നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ മിനി. പ്രധാന വാർത്തകൾ. സന്ദീപ് വാര്യർ KPCC ജനറൽ സെക്രട്ടറി പദത്തിലേക്ക്. പാലക്കാട് 4.5 ലക്ഷത്തിലേറെ വിലമതിക്കുന്ന കഞ്ചാവ് പിടികൂടി. ഓൺലൈൻ വ്യാപാരവും വഴിയോര കച്ചവടവും ചെറുകിട പടക്ക കച്ചവടം ദുരിതത്തിലാക്കുന്നതായി ഫയർ വർക്ക്സ് ഡീലേഴ്സ്. ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ 37 ലക്ഷത്തിലേറെ തട്ടിയെടുത്ത യുവാവ് പിടിയിൽ. വാർത്തകൾ വിശദമായി. സന്ദീപ് വാര്യർ KPCC ജനറൽ സെക്രട്ടറി പദത്തിലേക്ക്. BJP വിട്ടുവന്ന സന്ദീപ് വാര്യർക്ക് സംസ്ഥാന നേതൃത്വത്തിൽ ഇടം നൽകാൻ ഒരുങ്ങി കോൺഗ്രസ്. KPCC ജനറൽ സെക്രട്ടറി പദവിയിലേക്കാണ് സന്ദീപിനെ പരിഗണിക്കുന്നതെന്നാണ് ഒടുവിൽ ലഭ്യമായ സൂചനകൾ. സന്ദീപ് വാര്യരെ കോൺഗ്രസിലെത്തിക്കാൻ ചരട് വലിച്ചവർക്ക് മുന്നിൽ സന്ദീപ് വച്ച മുഖ്യ ഉപാധിയാണ് സംസ്ഥാന തലത്തിലുള്ള നേതൃപദവി അല്ലെങ്കിൽ പാർലമെന്ററി പദവി എന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഷാഫി പറമ്പിൽ MP, KPCC സെക്രട്ടറി P ഹരഗോവിന്ദൻ തുടങ്ങിയ മൂവർ സംഘമാണ് സന്ദീപിനെ കോൺഗ്രസ് പാളയത്തിൽ എത്തിച്ച് പാലക്കാട് BJPക്ക് അപ്രതീക്ഷിത സ്ട്രാറ്റജിക്കൽ സ്ട്രൈക്ക് നൽകാൻ കരുക്കൾ നീക്കിയവർ. പാർലമെന്ററി പദവിയിലേക്ക് സന്ദീപിനെ പരിഗണിക്കുന്നത് പാർട്ടിക്കുള്ളിൽ എതിർപ്പുണ്ടാക്കും എന്ന തിരിച്ചറിവാണ് പാർട്ടി തലപ്പത്ത് സന്ദീപിനെ ഇടമൊരുക്കാൻ നേതൃത്വത്തെ നിർബന്ധിതമാക്കുന്നത് എന്നറിയുന്നു. ഇതിന്റെ ഡ്രസ് റിഹേഴ്സലായാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്തെത്തിയ സന്ദീപിനെ ഇന്ദിരാഭവനിൽ ഉൾപ്പെടെ നൽകിയ വരവേൽപ്പ്. പാലക്കാട് 4.5 ലക്ഷത്തിലേറെ വിലമതിക്കുന്ന കഞ്ചാവ് പിടികൂടി. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് 4.5 ലക്ഷത്തിലേറെ വിലമതിക്കുന്ന കഞ്ചാവ് കണ്ടെത്തിയത്. 2 ബാഗുകളിലായി 9.6 കിലോ കഞ്ചാവാണ് 2 ബാഗുകളിൽ നിന്ന് ലഭിച്ചത്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ യാത്രക്കാർക്കായുള്ള ഇരിപ്പിടത്തിനടിയിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. RPF ക്രൈം ഇന്റലിജൻസ് വിഭാഗവും എക്സൈസ് സർക്കിൾ പാലക്കാടും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണിത്. കഞ്ചാവ് കണ്ടുകെട്ടി എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ MF സുരേഷ്, RPF ക്രൈം ഇന്റലിജൻസ് ഭാഗം സബ് ഇൻസ്പെക്ടർ ദീപക് AP എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ക്രൈം ഇന്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർ AP അജിത് അശോക്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ KM ഷിജു, ഹെഡ് കോൺസ്റ്റബിൾമാരായ N അശോക്, അജീഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ MN സുരേഷ് ബാബു, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ AK അരുൺകുമാർ, K പ്രസാദ്, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ കണ്ണദാസൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ഓൺലൈൻ വ്യാപാരവും വഴിയോര കച്ചവടവും ചെറുകിട പടക്ക കച്ചവടം ദുരിതത്തിലാക്കുന്നതായി ഫയർ വർക്ക്സ് ഡീലേഴ്സ്. സുപ്രീം കോടതി നിരോധിത ഓൺലൈൻ വ്യാപാരവും വഴിയോര കച്ചവടവും ചെറുകിട പടക്ക കച്ചവടക്കാരെ ദുരിതത്തിലാക്കുകയാണെന്ന് ഫയർ വർക്ക്സ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KM ലെനിൻ വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ അതിന്റെ കരട് ഭേദഗതി ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെന്റും പ്രത്യേകിച്ച് വാണിജ്യ വ്യവസായ വകുപ്പും ഒപ്പം തന്നെ എക്സ്പ്ലോസീവ് വിഭാഗവും അതിന്റെ കരട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കരടിൽ പ്രതികൂലമായി ഞങ്ങളെ ബാധിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അത് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അടുത്ത് ഈ കാര്യങ്ങളിൽ മാന്യമായ രീതിയിൽ ഇന്ത്യയിലെ പടക്ക വ്യാപാര രംഗത്ത് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ, ചെറുകിട കച്ചവടക്കാരെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കേരളത്തിലെ ഉത്സവങ്ങളിൽ പടക്കം ഇല്ലാതാക്കാനുള്ള നീക്കം ചെറുകിട പടക്ക കച്ചവടക്കാരുടെ ഉപജീവന മാർഗമാണ് ഇല്ലാതാക്കുന്നതെന്നും KM ലെനിൻ പറഞ്ഞു. ഓൺലൈൻ പടക്ക വ്യാപാരത്തെക്കുറിച്ച് എക്സ്പ്ലോസീവ്, GST, പോലീസ് തുടങ്ങിയ വകുപ്പുകൾക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. സുപ്രീം കോടതി നിരോധിച്ച ഓൺലൈൻ വ്യാപാരത്തിന് നേതൃത്വം നൽകുന്നത് ശിവകാശിയിലെ സ്വകാര്യ ഏജന്റുമാരാണ്. വൻ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഓൺലൈൻ വ്യാപാരവും വഴിയോര കച്ചവടവും സുപ്രീം കോടതി നിരോധിച്ചിട്ടും നിർബാധം തുടരുകയാണ്. എക്സ്പ്ലോസീവ് നൽകി വരുന്ന ലൈസൻസ് പുതുക്കി കിട്ടാനുള്ള പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാകണം. കേന്ദ്ര സർക്കാർ പുതുക്കിയ എക്സ്പ്ലോസീവ് കരട് നയത്തിൽ ചെറുകിട പടക്ക വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന ഒട്ടേറെ നിയമങ്ങളുണ്ട്. ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. 8-ന് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യും. പടക്ക നിർമ്മാണം, സൂക്ഷിക്കൽ, വിൽപ്പന, ഉപയോഗക്രമം എന്നിവ സംബന്ധിച്ച് വ്യാപാരികൾക്ക് ക്ലാസ് നൽകുമെന്നും ലെനിൻ പറഞ്ഞു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി CA ഉണ്ണികൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് അനിൽ P വിൽസൺ, നസീർ A, അജയൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ 37 ലക്ഷത്തിലേറെ തട്ടിയെടുത്ത യുവാവ് പിടിയിൽ. ഡിജിറ്റൽ അറസ്റ്റിന്റെ പേര് പറഞ്ഞ 37 ലക്ഷത്തിലേറെ രൂപ തട്ടിയെടുത്ത യുവാവ് അറസ്റ്റിൽ. ഒറ്റപ്പാലം വരോട് സ്വദേശി മുളയ്ക്കൽ മൊയ്തു സാഹിബാണ് പിടിയിലായത്. പത്തനംതിട്ട തടിയൂർ സ്വദേശിയിൽ നിന്നാണ് ഇയാൾ പണം തട്ടിയെടുത്തത്. ആദ്യം 7.5 ലക്ഷവും തുടർന്ന് 30.11 ലക്ഷവുമാണ് തട്ടിയെടുത്തത്. കോപ്രിയം പോലീസാണ് മൊയ്തു സാഹിബിനെ അറസ്റ്റ് ചെയ്തത്. ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും.
അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചെക്കന്റെയും പെണ്ണിന്റെയും പൊരുത്തം ചേർന്ന് വന്നാൽ തന്നെ കല്യാണം കഴിഞ്ഞ പോലെ. അതെങ്ങനെ ശരിയാകും? ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ? നിങ്ങൾക്കോ? അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട്, എനിക്ക് പൊരുത്തമായ ബനാറസി, ചേട്ടന് പൊരുത്തമായ കുർത്ത, ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി, കസവുമുണ്ട്. കുട്ടികളുടെ ട്രെൻഡിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ. ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയിടം ശ്രീ ഗണപതി സിൽക്സ്. ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സിൽക്സ് ഓഗസ്റ്റ് 23 മുതൽ പാലക്കാടിലും. വാർത്തകൾ തുടരുന്നു. ഭഗവത്ഗീതയെ അടിസ്ഥാനമാക്കി മത്സരങ്ങൾ നാളെ നടക്കും. ശ്രീമദ് ഭഗവത്ഗീതയുടെ ആവിർഭാവ ദിനമായ നാളെ ഇസ്കോണിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ഗീതയെ അടിസ്ഥാനമാക്കി മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഇസ്കോൺ പ്രസിഡന്റ് മുരളി ഗോവിന്ദദാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗീത സൗജന്യമായിട്ട് നമ്മൾ ഓരോ വീടുകളിൽ എത്തിക്കാറുള്ളത്. അങ്ങനെ കഴിഞ്ഞ വർഷം വരുന്ന ആദ്യമായിട്ട് നമ്മൾ ഇസ്കോൺ ഗീതാ ഗ്രാമം 1 നടപ്പിലാക്കിയത്. ഈ വർഷം ഈ ഗീതാ ജയന്തിന് നമ്മൾ അയ്യപ്പൻകാവ് പ്രദേശത്ത് ഇതുപോലെ ഗീതാ ഗ്രാമം 2 നമ്മൾ ഈ വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ഏകദേശം 500 വീടുകൾ തിരഞ്ഞെടുത്ത്, അപ്പോൾ ഇങ്ങനെ ഓരോ 500 വീടുകൾ തികയുന്ന പോലെ നമ്മൾ അങ്ങനെ ഏരിയ എക്സ്പാൻഡ് ചെയ്ത് ആ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ വർഷം അത് ഗീതാ ഗ്രാമം 2 അയ്യപ്പൻകാവ് ഏരിയ നമ്മൾ ചെയ്യുന്നുണ്ട്. 500 വീടുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഭഗവത്ഗീതയെ വിദ്യാർത്ഥികൾക്ക് അടുത്തറിയാനും ജീവിതശീലമാക്കാനുമാണ് ഗീതാ ജയന്തി ദിനത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ 50-ലധികം വിദ്യാലയങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ പിരായിരി ഇസ്കോൺ ക്ഷേത്ര ഭൂമിയിലെ മത്സരങ്ങളിൽ പങ്കെടുക്കും. വേദിക് ക്വിസ്, ഗീതാ ശ്ലോക ചാലഞ്ച്, ഭാരതീയ വൈദിക സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രച്ഛന്ന വേഷം തുടങ്ങിയ മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. LP, UP, HS, HSS വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ. ഗീതാഗ്രാമങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ഈ വർഷം കണ്ണോട്ടുകാവ് പരിസരത്തെ 500 വീടുകളിൽ ഗീത എത്തിക്കുമെന്നും മുരളി ഗോവിന്ദദാസ് പറഞ്ഞു. ഗോകുലപതി ഗോവിന്ദദാസ്, ഡോക്ടർ കൃഷ്ണപ്രിയ, വിജയൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മയക്കുമരുന്നുമായി യുവാക്കൾ പിടിയിൽ. കാരക്കോട് സ്വദേശികളായ വരമംഗലത്ത് മുഹമ്മദ് ഷാഫി, കൂരിയാട്ടുതൊടി മുഹമ്മദ് മുസ്തഫ എന്നിവരാണ് പിടിയിലായത്. പട്ടാമ്പി, ഓങ്ങല്ലൂർ, കാരക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത്. ഇവരുടെ കയ്യിൽ നിന്നും 5.62 ഗ്രാം MDMA കണ്ടെടുത്തു. പട്ടാമ്പി SI K മണികണ്ഠന്റെ നേതൃത്വത്തിലാണ് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തത്. പെൻഷനേഴ്സ് അസോസിയേഷൻ മണ്ഡലം സമ്മേളനം ചേർന്നു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നെന്മാറ നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം അയിലൂരിൽ ചേർന്നു. മുൻ മന്ത്രി VC കബീർ ഉദ്ഘാടനം ചെയ്തു. R രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. മുൻ MLA KA ചന്ദ്രൻ മുഖ്യാതിഥിയായി. KSSPA സംസ്ഥാന സെക്രട്ടറി C ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. വിനോദ് ചക്രായ്, KR പത്മകുമാർ, KV ഗോപാലകൃഷ്ണൻ, SM ഷാജഹാൻ, KI അബ്ബാസ്, K കുഞ്ഞൻ, K സുരേഷ് കുമാർ, വസന്ത രാജൻ, C വേലായുധൻ, K രാമനാഥൻ എന്നിവർ സംസാരിച്ചു. K വിജയൻ സ്വാഗതവും V വിനേഷ് കുമാർ നന്ദിയും പറഞ്ഞു. കലാഞ്ജലി കലാപ്രതിഭാ സംഗമം ശ്രദ്ധേയമായി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച വജ്ര ജൂബിലി ക്ലസ്റ്റർ കലാപ്രതിഭകളുടെയും പഠിതാക്കളുടെയും സംഗമമായ കലാഞ്ജലി ശ്രദ്ധേയമായി. ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൽ നടന്ന സംഗമം കർണാടക സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷയായി. വൈകിട്ട് ചേർന്ന സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് C ബാബു അധ്യക്ഷനായി. ചലച്ചിത്ര ഗാന രചയിതാവ് വിദ്യാധരൻ മുഖ്യാതിഥിയായി. കലാപ്രതിഭകളെ കുഞ്ചൻ സ്മാരക സെക്രട്ടറി NM നാരായണൻ നമ്പൂതിരി ആദരിച്ചു. ട്രാക്ടറിൽ നിന്നും പുറത്തേക്ക് തള്ളിയ മരം വാഹനങ്ങളുടെ ചില്ലിനും ബോഡിക്കും കേടുപാടുണ്ടാക്കി. മംഗലം ഗോവിന്ദാപുരം പാതയിൽ കൊല്ലങ്ങോട് പയല്ലൂർ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷകളുടെയും കാറിന്റെയും ഗ്ലാസിനും ബോഡിക്കുമാണ് കേടു സംഭവിച്ചത്. സ്വകാര്യ തടിമില്ലിലേക്ക് മരം കയറ്റി വന്ന ട്രാക്ടറിലെ കെട്ടിളകിയതിനെ തുടർന്നാണ് മരം ഇളകി പുറത്തേക്ക് വന്നത്. മരം ഇളകി പുറത്തു വന്നത് അറിയാതെ ഡ്രൈവർ വണ്ടിയോടിച്ചു. മരം പുറത്തേക്ക് വന്നത് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും ശബ്ദത്തിൽ ഡ്രൈവർ കേട്ടില്ല.
തള്ളി നിന്നും മരത്തോടെ വളവ് തിരിഞ്ഞപ്പോഴാണ് മരം ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ തട്ടിയത്. മരം താഴത്ത് വീണാൽ ഉണ്ടാവുന്ന വൻ അപകടം തലനാരിഴയ്ക്കാണ് ഇല്ലാതായത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ ട്രാക്ടർ ഉടമ ഓട്ടോ ഡ്രൈവർമാർക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പിനെ തുടർന്ന് പ്രശ്നം രമ്യതയിൽ ഒത്തുതീർന്നു. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണ ആയിരിക്കും. അതെ. പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോട് കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. ഭിന്നശേഷി കലോത്സവം നടത്തി. കൊല്ലങ്കോട് BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷി കലോത്സവം കൊടുവായൂർ GBLP സ്കൂളിൽ നടന്നു. കുനിശ്ശേരി ബഡ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാൻഡ് മേളത്തോടെയാണ് കലോത്സവം ആരംഭിച്ചത്. കൊടുവായൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ പഴനിമല ഉദ്ഘാടനം ചെയ്തു. കൊല്ലങ്കോട് BPC ഹരിസെന്തിൽ M അധ്യക്ഷത വഹിച്ചു. PEC കൺവീനർ S മുരുകവേൽ, HM ഫോറം സെക്രട്ടറി KG അനിൽകുമാർ, പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപികമാരായ PB ഭാഗ്യലത, KR ഹേമലത, ലീന ജോസഫ്, ബിജി മാത്യു, ശോഭ VS, ഷീൻ ചന്ദ്രൻ, റിസോഴ്സ് അധ്യാപിക V രജിത, ട്രെയിനർ അബു താഹിർ U എന്നിവർ സംസാരിച്ചു. ചിറ്റൂർ ഹരി നയിച്ച സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. തെരുവ് കച്ചവടക്കാർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകി. മണ്ണാർക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ തെരുവ് കച്ചവടക്കാർക്ക് അംഗീകൃത തിരിച്ചറിയൽ കാർഡും സർട്ടിഫിക്കറ്റും നൽകി. നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. K പ്രസീത അധ്യക്ഷയായി. നഗരസഭാ കൌൺസിലർ അംഗീകരിച്ച തെരുവോര കച്ചവട മേഖലകളായ കുന്തിപ്പുഴ, നെല്ലിപ്പുഴ പ്രദേശങ്ങളിൽ മാത്രമേ ഇവർക്ക് കച്ചവടം തുടരാൻ പാടുള്ളൂ. കാർഡും വെൻഡിംഗ് സർട്ടിഫിക്കറ്റും നിർബന്ധവുമാണ്. ഇത് ലഭ്യമാകാത്തവർ നഗരസഭയിൽ അപേക്ഷ നൽകണം. ആശുപത്രിപ്പടി റോഡ് പരിസരം, കുന്തിപ്പുഴ മുതൽ നെല്ലിപ്പുഴ വരെയുള്ള ദേശീയപാതയുടെ ഭാഗങ്ങളാണ് തെരുവോര കച്ചവട നിരോധിത മേഖലകൾ. ഇവിടെ ഇനി മുതൽ കച്ചവടം അനുവദിക്കില്ലെന്ന് നഗരസഭാ സെക്രട്ടറി M സതീഷ് കുമാർ അറിയിച്ചു. ഒറ്റപ്പാലം നഗരസഭ കേരളോത്സവത്തിന് നാളെ തുടക്കം. ഒറ്റപ്പാലം നഗരസഭയിലെ കേരളോത്സവ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാവും. മന്നം മെമ്മോറിയൽ സ്കൂൾ ഗ്രൗണ്ടിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്രിക്കറ്റ് മത്സരങ്ങളോടെയാണ് തുടക്കമാവുക. രാവിലെ 9-ന് ചെയർപേഴ്സൺ K ജാനകിദേവി ഉദ്ഘാടനം നിർവഹിക്കും. 8-ന് ക്രിക്കറ്റ് പുറമെ വോളിബോൾ, അത്ലറ്റിക്സ് മത്സരങ്ങൾ NSS KPT സ്കൂളിൽ നടക്കും. 9-ന് CSN ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഷട്ടിൽ ബാഡ്മിന്റൺ നടക്കും. 10, 11 തീയതികളിലായി കലാമത്സരങ്ങൾ നഗരസഭയിൽ നടക്കും. 11-ന് നഗരസഭയിൽ വെച്ച് തന്നെ ചെസ്സും നടക്കും. ഫുട്ബോൾ 14, 15-ന് പാലപ്പുറം NSS കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. കാനം രാജേന്ദ്രനെ അനുസ്മരിക്കും. CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രനെ അനുസ്മരിക്കുന്നു. 1-ാം ചരമവാർഷിക ദിനമായ 8-ന് താരേക്കാട് ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാളിൽ വൈകിട്ട് 4 മണിക്ക് അനുസ്മരണ സമ്മേളനവും സെമിനാറും നടക്കും. മുൻ മന്ത്രി KE ഇസ്മയിൽ, പ്രൊഫസർ PA വാസുദേവൻ എന്നിവർ അനുസ്മരണം നടത്തും. CPI സംസ്ഥാന നിർവാഹക സമിതി അംഗം V ചാമുണ്ണി അധ്യക്ഷനാവും. ഇന്ത്യൻ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സുനിൽ P ഇളയിടം സംസാരിക്കും. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചോ. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്,
പാലക്കാട്. വാർത്തകൾ തുടരുന്നു. ലോക മണ്ണ് ദിനാചരണം നടത്തി. അമ്പലപ്പാറ വേങ്ങശ്ശേരി NSS ഹൈസ്കൂളിൽ പരിസ്ഥിതി ക്ലബ്ബ്, ടീൻസ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക മണ്ണ് ദിനാചരണം നടത്തി. പ്രധാനാധ്യാപകൻ M ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി K അച്യുത് തമ്പാൻ അധ്യക്ഷത വഹിച്ചു. K ആര്യപ്രകാശ് സ്വാഗതവും PS അൻഷിക നന്ദിയും പറഞ്ഞു. സ്കൂൾ ലീഡർ K അഭിനവ് കൃഷ്ണ സംസാരിച്ചു. P ശിഖ, PP അശ്വതി, P അനഘ, K അരുണിമ, NK നിയ കൃഷ്ണ, M ആര്യ എന്നിവർ കവിതാലാപനം നടത്തി. P വർഷ മലയാളം പ്രസംഗവും TS സഞ്ജീവ് ഇംഗ്ലീഷ് പ്രസംഗവും അവതരിപ്പിച്ചു. K ആര്യപ്രകാശ് സ്വാഗതവും PS അൻഷിക നന്ദിയും പറഞ്ഞു. ബിരുദ പരീക്ഷയിലെ ഉന്നത വിജയിയെ അനുമോദിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA മലയാളം ആൻഡ് സോഷ്യോളജി വിഷയത്തിൽ ഉയർന്ന മാർക്ക് നേടിയ മുണ്ടക്കുന്ന് സ്വദേശിയായ മണലിപ്പറമ്പിൽ മിഥുനയെ വാർഡ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം MPA ബക്കർ മൊമെന്റോ നൽകി ആദരിച്ചു. വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് PP ഫിറോസ്, സെക്രട്ടറി മുഹമ്മദ് അലി, യൂത്ത് ലീഗ് മേഖലാ സെക്രട്ടറി നിജാസ് ഒതുക്കുംപുറത്ത്, C ഷിഹാബുദ്ദീൻ, സമീൽ VT, അൻഷാദ് KV, അബ്ദുറഹ്മാൻ VT, അസറുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചരിത്ര കോൺഗ്രസിന് സംഘാടക സമിതിയായി. മണ്ണാർക്കാട് കല്ലടി MES കോളേജിൽ 10 മുതൽ ആരംഭിക്കുന്ന ദ്വിദിന ചരിത്ര കോൺഗ്രസിന് സംഘാടക സമിതിയായി. നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C രാജേഷ് അധ്യക്ഷനായി. കോർഡിനേറ്ററായി ഡോക്ടർ PK അനീസുദ്ദീൻ, ചെയർമാനായി ഡോക്ടർ C രാജേഷ്, വൈസ് ചെയർമാനായി ഡോക്ടർ TK ജലീൽ, കൺവീനറായി PM സലാവുദ്ദീൻ, ജോയിന്റ് കൺവീനറായി ഡോക്ടർ A അസ്ഹർ എന്നിവരെ തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സന്ദീപ് വാര്യർ KPCC ജനറൽ സെക്രട്ടറി പദത്തിലേക്ക്. പാലക്കാട് 4.5 ലക്ഷത്തിലേറെ വിലമതിക്കുന്ന കഞ്ചാവ് പിടികൂടി. ഓൺലൈൻ വ്യാപാരവും വഴിയോര കച്ചവടവും ചെറുകിട പടക്ക കച്ചവടം ദുരിതത്തിലാക്കുന്നതായി ഫയർ വർക്ക്സ് ഡീലേഴ്സ്. ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ 37 ലക്ഷത്തിലേറെ തട്ടിയെടുത്ത യുവാവ് പിടിയിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.